സർക്കാരിന്റെ കടുത്ത അവഗണനയിലും നിരാഹാര സമരം തുടർന്ന് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് നടയിൽ ആരംഭിച്ച നിരാഹാര സമരം ഇന്ന് 2ാം ദിവസമാകുകയാണ്. കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയെങ്കിലും പ്രതീക്ഷയില്ലാത്ത സമരം അങ്ങനെ നീളുകയാണ്. സെക്രട്ടേറിയറ്റ് പടിക്കൽ മഴ നനഞ്ഞും ഗേറ്റിന് മുന്നിൽ പ്രതിഷേധിച്ചും ആശമാർ സമരം ആരംഭിച്ചിട്ട് ഇന്ന് 40 ദിവസം തികയുകയാണ്. ആദ്യഘട്ടത്തിൽ തന്നെ സമരത്തിനൊപ്പം നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ച കോൺഗ്രസ് ഇപ്പോഴും ഐക്യദാർഢ്യവുമായി സമരപന്തലിൽ എത്തുന്നതല്ലാതെ ആശമാർക്ക് കൃത്യമായ പിന്തുണ നൽകുന്നില്ല. ഒപ്പം സർക്കാർ ധനപ്രതിസന്ധി ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. ആശമാർ നിരാഹാര സമരം 2ാം ദിവസത്തിലേക്ക് കടന്നു. അവസാന നിമിഷം വരെ പോരാടും, മരണം വരെ സമരം തുടരുമെന്നും ആശമാർ വ്യക്തമാക്കുന്നു. പറ്റുന്നിടത്തോളം എല്ലാം ഞങ്ങൾ തന്നെ ഇരിക്കും. പിന്നെ ഈ സമരം ശക്തിയായിട്ട് മുന്നോട്ട് പോയി ഞങ്ങളെ അവകാശം നേടിയെടുത്തിട്ടേ ഈ മണ്ണിൽ നിന്ന് പോവുള്ളൂ. എന്തു തന്നെ ആയാലും ശക്തമായിട്ട് മുന്നോട്ടാണ്. കാരണം ഇത്ര ദിവസമായിട്ടും മന്ത്രി കണ്ണു തുറന്നില്ലല്ലോ. അപ്പം ഇനി പിന്നെ ബാക്കി ഞങ്ങൾക്ക് ഇത് മാത്രമേ ഉള്ളൂ. കാരണം കണ്ടില്ലേ, അന്ന് മഴയും എല്ലാം കൊണ്ട് ഇവിടെ നിന്നിട്ട് കണ്ണു തുറന്നില്ലല്ലോ. 2 പ്രാവശ്യം ചർച്ച ചെയ്തിട്ടും അതും ഇതായില്ല. കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ട് വിഷയത്തിൽ തീരുമാനമുണ്ടാക്കാനാണ് മന്ത്രി വീണ ജോർജ് ഡൽഹിയിലേക്ക് പോയെന്നാണ് ആശമാരെ അറിയിച്ചത്. എന്നാൽ ക്യൂബയിൽ നിന്നുള്ള റിപ്പബ്ലിക്കൻ പ്രതിനിധികളെ കാണാനാണ് മന്ത്രി പോയതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. എന്തിനാണ് മിനിസ്റ്റർ പോയതെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. മിനിസ്റ്റർ അവിടെ ആശാവർക്കർമാരുടെ വിഷയം ചർച്ച ചെയ്യുമെന്നൊക്കെ മാധ്യമങ്ങൾ പറഞ്ഞാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതെന്താ സംഭവിച്ചതെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും സമരം നമ്മുടെ ഡിമാൻഡ് നേടിയെടുക്കുന്നത് വരെ നമ്മൾ സമരവുമായി മുന്നോട്ട് പോകും. അനിശ്ചിതകാല നിരാഹാരമാണ് നമ്മൾ പ്രഖ്യാപിച്ചേക്കുന്നത്. അതുമായിട്ട് മുന്നോട്ട് പോകും ഡിമാൻഡ് നേടിയെടുക്കുന്നത്. വരും ദിവസങ്ങളിൽ സർക്കാരിനെതിരെ കൂടുതൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് ആശമാരുടെ തീരുമാനം. ജനം, തിരുവനന്തപുരം.